നമ്മളെത്രയൊക്കെ വേദനിപ്പിച്ചാലും തിരിച്ചൊരു പരാതിയും കൂടാതെ എന്നും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ചില കൂട്ടുകാർ നമുക്കുണ്ടാവും. അള്ളാഹുവിനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൂട്ടുകാരൻ. ദ സ്റ്റോറി ഓഫ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം, അത് കഴിഞ്ഞ് വീണ്ടും പരീക്ഷണം. ഇതായിരുന്നു ചുരുക്കി പറഞ്ഞ ഇബ്രാഹിം നബിയുടെ ജീവിതം. പരീക്ഷണങ്ങളൊക്കെയും തന്റെ ഉറച്ച ഈമാൻ കൊണ്ട് മറികടന്ന ഇബ്രാഹിം നബിയെ അള്ളാഹു തന്റെ ഉറ്റ സുഹൃത്താക്കുകയും തുടർന്ന് ഒരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. ആദം നബിയുടെ കാലം മുതലേ മക്കയിലുണ്ടായിരിക്കുകയും എന്നാൽ പിന്നീട് നൂഹ് നബിയുടെ കാലത്തെ മഹാപ്രളയത്തിൽ തകർന്നു പോവുകയും ചെയ്ത കഅബ ഷരീഫ് പുനർനിർമ്മിക്കണം. വളരെ സന്തോഷത്തോടുകൂടി ഇബ്രാഹിം നബി ആ ദൗത്യം ഏറ്റെടുത്തു. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി ചേർന്ന് മുമ്പ് കഅബയുണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ അടിത്തറയിടുകയും കഅബ ഷരീഫിന്റെ പുനർനിർമ്മാണം വളരെ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. പുതുക്കി പണിത കഅബയെ കണ്ട് സന്തുഷ്ടനായ അള്ളാഹു തന്റെ പ്രിയ സുഹൃത്തിനുള്ള നന്ദി സൂചകമായിക്കൊണ്ട് ദിവസവും 70,000-ഓളം മലക്കുകൾ തവാഫ് ചെയ്യുന്ന സമാനമായൊരു കഅബ സ്വർഗത്തിലും പണിതുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.